വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് 10th ലെവൽ പ്രിലിംസിന് PSC സിലബസ് പ്രകാരം ഏതൊക്കെ SCRT പാഠഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളതിന്റെ പ്രസക്തിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോ LDC എക്സാമുകള് കഴിഞ്ഞു. LDC എക്സാമില് കുറെ പേര് എഴുതി വളരെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ധാരാളം പേർക്ക് നല്ല മാർക്ക് നേടിയവരുണ്ട്. അപ്പൊ വിഷമിച്ചിരിക്കുന്നവര് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അവര് ഏകദേശം പഠിച്ച് ഒരുവിധം ധാരണയായിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് 10th ലെവൽ പ്രിലിംസിന്റെ എന്താ പറയാ SCRT പാഠഭാഗങ്ങളൊക്കെ കൂടെ പഠിച്ച് കുറച്ചും കൂടിയും അവർ നല്ല രീതിയിലുള്ള എക്സാം മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയാൽ സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള നല്ല എക്സാമുകള് ഈ വർഷം തന്നെ നല്ല റാങ്കില് ആ എക്സാമുകളിൽ ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പൊ സെക്രട്ടേറിയറ്റ് ഉണ്ട്, 8 ലക്ഷം പേരോളം അപേക്ഷകൾ ഉണ്ടെന്നാ പറയണേ. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, ജില്ലാതല പരീക്ഷയാണ്. പിന്നെ കൂടാതെ 1-2 ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് സ്റ്റോർ കീപ്പറിനെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ടൈം കീപ്പർ. ഇതിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു എക്സാം ആണ് ഈ 10th ലെവൽ പ്രിലിംസ്. അപ്പോൾ പ്രിലിംസ് നമ്മൾ ആദ്യം നേടണം, അതിനുശേഷമാണ് മെയിൻസിന് നമുക്ക് LDC ലെവലിൽ നമ്മൾ പഠിക്കണം. പക്ഷെ പ്രിലിംസിന് LDC ലെവലിൽ പഠിക്കണ്ട, SCRT പാഠഭാഗങ്ങളൊന്നും അത്ര ഇല്ല. അപ്പൊ അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സിലബസ് മനസ്സിലാക്കി ആ ഫോക്കസ് ഏരിയ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റും. വെറുതെ പോയി പരീക്ഷ എഴുതാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങളെ അവിടെ എത്തിക്കും. അപ്പൊ നിങ്ങൾ കുറെ പേര് പഠിച്ചിരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ പഠനം കുറച്ചും കൂടി ഗുണം ചെയ്യും. ഇനി ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി പ്രശ്നമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഞാൻ നാളെ എങ്ങനെയാണ് 60 ഡേയ്സിനുള്ളിൽ നമുക്ക് 10th ലെവൽ പ്രിലിംസ് നേടാൻ പറ്റാന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ നാളെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ടൈം ടേബിൾ അടക്കം ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും. അപ്പൊ 60 ഡേയ്സിനുള്ളിൽ നമ്മൾ SCRT പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ഫയലുകളൊക്കെ നോക്കും. പ്ലസ് ടെസ്റ്റുകൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് ചെയ്യും, റിവിഷൻ ഒക്കെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റും. അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ SCRT പാഠഭാഗങ്ങൾ ഏതൊക്കെ നിങ്ങൾ 10th ലെവൽ പ്രിലിംസിന് പഠിക്കണമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. കേരള ജോഗ്രഫിയില് 5th സ്റ്റാൻഡേർഡിൽ നിന്ന് ചാപ്റ്റർ 10 പഠിക്കണം, കേരളക്കരയിൽ. 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ചാപ്റ്റർ 3 കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഇനി അത്രയേ ഉള്ളൂ നമ്മുടെ കേരള ജോഗ്രഫി. നെക്സ്റ്റ് വൺ ഇന്ത്യൻ ജോഗ്രഫി. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 സുരക്ഷിത നാളേക്കായി. 9th സ്റ്റാൻഡേർഡിലെ തന്നെ ചാപ്റ്റർ 8 ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ. 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 ഇന്ത്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രം. അത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കഴിയും. നെക്സ്റ്റ് വൺ കേരള ഹിസ്റ്ററി ആണ്. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ചാപ്റ്റർ 7 പഠിക്കുന്നു. ഇനി 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 നമ്മൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരള ഹിസ്റ്ററി തീരാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കുമ്പോൾ 7th സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 2, 3, 4, 9 4 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അതുപോലെ തന്നെ ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 9th സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 6 പറയുന്നത് സമന്വയത്തിന്റെ ഇന്ത്യ. 10th സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും. ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ അത്രയേ ഉള്ളൂ, കേരള ഹിസ്റ്ററി അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9 ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി. 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന. 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ചാപ്റ്റർ 8 തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. ചാപ്റ്റർ 9 നല്ല നാളേക്കായി. ഇനി 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 കൂടെ ഒന്ന് പഠിക്കണം. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല എന്നുകൂടി, എന്നാലും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വന്നാലോ. ജനാധിപത്യവും പൊതുഭരണവും ട്ടോ. ഇനി ഫിസിക്സ്, സയൻസിലേക്ക് കടക്കാണ്. ഫിസിക്സ് 5th സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 3 മാനത്തെ നിഴൽക്കാഴ്ചകൾ.
ചാപ്റ്റർ 5 ഊർജത്തിന്റെ ഉറവകൾ, ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ചാപ്റ്റർ 9 ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ചാപ്റ്റർ 6 തിങ്കളും താരങ്ങളും, ചാപ്റ്റർ 7 ചലനത്തിനൊപ്പം, ചാപ്റ്റർ 8 ആകർഷിച്ചും വികർഷിച്ചും. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, ചാപ്റ്റർ 9 താപം ഒഴുകുന്ന വഴികൾ. ഇനി 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 പദാർത്ഥ സ്വഭാവം, ചാപ്റ്റർ 5 അളവുകളും യൂണിറ്റുകളും, ചാപ്റ്റർ 6 ചലനം, ചാപ്റ്റർ 7 ബലം, ചാപ്റ്റർ 19 ശബ്ദം, ചാപ്റ്റർ 14 പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങൾ. ഇനി 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 ദ്രവബലങ്ങള്, ചാപ്റ്റർ 2 ചലന സമവാക്യങ്ങള്, ചാപ്റ്റർ 3 ചലനവും ചലന നിയമങ്ങളും, ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം, ചാപ്റ്റർ 5 പ്രവൃത്തി പവർ ഊർജം, ചാപ്റ്റർ 7 തരംഗചലനം. ഇനി 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പ്രകാശത്തിന്റെ പ്രതിപതനം, ചാപ്റ്റർ 5 പ്രകാശത്തിന്റെ അപവർത്തനം, ചാപ്റ്റർ 6 കാഴ്ചകളും വർണ്ണലോകങ്ങളും, ചാപ്റ്റർ 7 ഊർജ പരിപാലനം. ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ ഫിസിക്സ് കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയിലേക്ക് പോവാണ്. 8th സ്റ്റാൻഡേർഡ് തൊട്ടാണ് കെമിസ്ട്രി പഠിക്കേണ്ടത് നിങ്ങൾ. ചാപ്റ്റർ 4 പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, ചാപ്റ്റർ 10 രാസമാറ്റങ്ങൾ, ചാപ്റ്റർ 11 ലോഹങ്ങൾ, ചാപ്റ്റർ 18 ജലം, 17 ജലം, ചാപ്റ്റർ 18 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഇനി 9th ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന, ചാപ്റ്റർ 2 രാസബന്ധനം, ചാപ്റ്റർ 3 റീഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗതയും, ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ, ചാപ്റ്റർ 6 അലോഹങ്ങൾ, ചാപ്റ്റർ 7 കാർബണിന്റെ ലോക്ക്. ഇനി 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ചാപ്റ്റർ 4 ലോഹ നിർമ്മാണം. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കെമിസ്ട്രി കഴിഞ്ഞു. ഫിസിക്സും കെമിസ്ട്രി അത്ര അധികം ഇല്ല, പക്ഷേ ബയോളജി നാച്ചുറൽ സയൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് അധികം തന്നെ നിങ്ങൾക്ക് പഠിക്കാണ്ട്. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 അറിവിന്റെ ജാലകങ്ങൾ, ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ, ചാപ്റ്റർ 10 ജന്തുവിശേഷങ്ങൾ. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ജീവന്റെ പൈപ്പുകള്, ചാപ്റ്റർ 3 പൂവിൽ നിന്നും പൂവിലേക്ക്, ചാപ്റ്റർ 4 ആഹാരം ആരോഗ്യത്തിന്, ചാപ്റ്റർ 5 ഒന്നിച്ചു നിൽക്കാം, ചാപ്റ്റർ 10 രൂപത്തിലും ബലത്തിലും. ഇനി 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം, ചാപ്റ്റർ 4 അന്നപഥത്തിലൂടെ, ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി, ചാപ്റ്റർ 8 പ്രാണവായുവും ജീവരക്തവും, ചാപ്റ്റർ 10 സുരക്ഷ ഭക്ഷണത്തിലും. 8th സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 1 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്, ചാപ്റ്റർ 2 കോശജാലങ്ങൾ, ചാപ്റ്റർ 8 വീണ്ടെടുക്കാം വിളനിലങ്ങൾ, ചാപ്റ്റർ 9 തരംതിരിക്കുന്നത് എന്തിന്, ചാപ്റ്റർ 15 വൈവിധ്യം നിലനിൽപ്പിന്, ചാപ്റ്റർ 16 തലമുറകളുടെ തുടർച്ച. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ, ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ, ചാപ്റ്റർ 3 ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്, ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം, ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചാപ്റ്റർ 6 ചലനത്തിന്റെ ജീവശാസ്ത്രം, ചാപ്റ്റർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. ഇനി 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 അറിയാനും പ്രതികരിക്കാനും, ചാപ്റ്റർ 2 അറിവിന്റെ വാതായനങ്ങൾ, ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ, ചാപ്റ്റർ 5 പ്രതിരോധത്തിന്റെ കാവലാളുകൾ, ചാപ്റ്റർ 6 ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, ചാപ്റ്റർ 7 നാളെയുടെ ജനിതകം, ചാപ്റ്റർ 8 ജീവന്റെ പിന്നിട്ട പാതകൾ. ഇത്രയാണ് നമുക്ക് ബയോളജി. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ 10th പ്രിലിംസിന് എന്തൊക്കെ പാഠഭാഗങ്ങൾ SCERTയിൽ നിന്നും പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ഓരോന്നിന്റെയും ക്ലാസ് എന്റെ 60 ഡേയ്സ് ചലഞ്ച് നമ്മള് എന്താ പറയണേ ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ ഞായറാഴ്ച തൊട്ട് ആ 60 ഡേയ്സ് ക്ലാസ്സിൽ നമ്മൾ ഓരോ ചാപ്റ്ററുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. SCERT പാഠഭാഗങ്ങൾ പഠിക്കും. പ്ലസ് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റാങ്ക് ഫയൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് ഒക്കെ പൂർണ്ണമായി നിങ്ങൾക്ക് 2025 നല്ല ഒരു ജോലി നേടണം എന്ന ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് 60 ദിവസത്തിനുള്ളിൽ നമ്മളെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ 45 ഡേയ്സ് ചലഞ്ച് LGS മെയിൻസിന്റെ ഇന്നലെ അവസാനിച്ചു. എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് 45 ഡേയ്സിനുള്ളിൽ കുറേയധികം ഞാൻ പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പ്ലസ് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസും കൂടെ കൂടുമ്പോൾ ഏകദേശം പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർക്കുള്ള ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനി അവരുടെ ബാക്കിയുള്ള പാഠഭാഗങ്ങളും കൂടി അടുത്ത ദിവസങ്ങളിൽ അവർക്കും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഇനി കൂടുതലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സിലബസ്
മാറ്റി നിർത്തി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു 60 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ നിന്നായിരിക്കും മിക്ക പരീക്ഷകളിലും ഉണ്ടാവുക. അപ്പൊ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും പ്ലസ് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഭംഗിയായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നമ്മൾ സ്റ്റഡി പ്ലാനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.